ബലിപീഠമൊരുക്കി ബലിയർപ്പിക്കാൻ വരുന്നിതാ ഞങ്ങൾ. ബലിപീഠമൊരുക്കി ബലിയർപ്പിക്കാൻ വരുന്നിതാ ഞങ്ങൾ. നീ തന്ന ദാനങ്ങൾ ഓർമ്മിച്ചിടാൻ നിൻ തിരുസവിധേ വരുന്നു. നീ തന്ന ദാനങ്ങൾ ഓർമ്മിച്ചിടാൻ നിൻ തിരുസവിധേ വരുന്നു. വരുന്നിതാ ഞങ്ങൾ. നന്ദിയേകിടാൻ വരുന്നിതാ ഞങ്ങൾ. നന്മ നിറഞ്ഞൊരു സ്വർഗ്ഗദാതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിലേറ്റവും സ്നേഹബഹുമാനമുള്ള വൈദികരെ, സ്നേഹമുള്ളവരെ, തൻ്റെ ശരീരവും രക്തവും നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി നൽകിയ ക്രിസ്തുവിൻ്റെ വിരുന്നിലാണല്ലോ നമ്മൾ പങ്കുചേരുക. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സനാതനമായ ബലി. ഈ ബലിയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ്. നാം ആയിരിക്കുന്നത് ഈ വിരുന്നിനോട് നമ്മൾ ചേർന്നിരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭവും നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയും എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലൂസ് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലെ 12-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ പറയുന്നു. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ആരാധന. ഈ പരിശുദ്ധമായ വിരുന്നിൽ നാം പങ്കുചേരുമ്പോൾ സജീവമായിട്ടുള്ള അർപ്പണമാണ് നമുക്ക് വേണ്ടത്. നിന്റെ ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് പ്രീതികരമായിട്ട് സജീവമായിട്ട് അർപ്പണം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അയോഗ്യതയോടുകൂടി നീ ഇത് സ്വീകരിക്കരുത്. യോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ അപ്പത്തിലും പാനപാത്രത്തിലും നിങ്ങൾ പങ്കുചേരുവിനെന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഓരോ വിരുന്നിലും സന്തോഷത്തോടുകൂടി നീ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ആ പാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ വേദനകളും ഭാരങ്ങളുമൊക്കെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രോഗങ്ങളും തകർച്ചകളും സമർപ്പിച്ചുകൊണ്ട് നമുക്കെന്നും ഈ അൾത്താരയിൽ സജീവ സാന്നിധ്യമായി തൻ്റെ ശരീരവും രക്തവും കീറിമുറിച്ച് നൽകുന്ന ക്രിസ്തുവിൻ്റെ ബലി ആത്മാർത്ഥതയോടുകൂടെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ വിരുന്നിൽ നമുക്ക് വിശുദ്ധിയോടുകൂടെ സജീവമായിട്ട് പങ്കുചേരാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപാടാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം ശ്രീയേശു
ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനീശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു ദാനേകരം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവ് എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രയുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങൾ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമാ ജീവിച്ച് വാഴും ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. ഒന്നാം വായന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. ആ ദിവസങ്ങളിൽ ഏലിയ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു മാട മുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കൽ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി. എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എത്ര നല്ലവെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി
അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ നോക്കിയവൻ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. വത്സല മക്കളെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ
അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹീതമായ ഈ പുണ്യദിനത്തിൽ യേശുവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം, ആ അപ്പം നൽകുന്ന ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നേ ദിനം കേരള സഭ തടവറ പ്രേക്ഷിത ദിനമായി ആചരിക്കുകയാണ്. ഓഗസ്റ്റ് 14 നാം ആഘോഷിക്കുന്ന വിശുദ്ധ മാക്സിമില്യൻ മരിയ കോൾവേ തടവറയിൽ കിടന്നുകൊണ്ട് അപരന് വേണ്ടി സ്വജീവൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായ വലിയ വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ തിരുനാളിന് തൊട്ട് മുൻപ് വരുന്ന ഞായറാഴ്ചയാണ് സാധാരണ തടവറ പ്രേക്ഷിത ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്നേ ദിനം തടവറയിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അവിടുന്ന് മോചിതരായി അലഞ്ഞു നടക്കുന്ന മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ് തടവറ പ്രേക്ഷിത പ്രവർത്തനം നടത്തുക, തടവറയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ ഗ്രന്ഥം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവറയിൽ എന്ന പോലെ പെരുമാറുവിൻ എന്ന്. ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെ ഈ തടവറയിൽ കഴിയുന്നവർക്ക് വേണ്ടി അവരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി, മോചിതരായി കഴിഞ്ഞാൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച് വരികയാണ്. ഞാൻ സെമിനാരിയിൽ ആയിരുന്നപ്പോൾ ഈ ജീസസ് ഫ്രട്ടേണിറ്റിയിലെ അംഗമായി ധാരാളം ജയിലുകളിൽ പോകുവാൻ, ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ കാണുവാൻ, അവരോട് വ്യക്തിപരമായി സംസാരിക്കുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. പലരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഇങ്ങനെ തെറ്റുകളിലേക്ക് വഴുതിപ്പോയത്, അവർ കുറ്റക്കാരായിട്ട് മാറിയത്. കുറ്റം ചെയ്യാതെ സാഹചര്യ തെളിവുകൾ കാരണം ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുമുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ എത്രയോ മക്കൾ കണ്ണുനീരോടെ പറയുന്നുണ്ട്, പെട്ടെന്നുള്ള ഒരു നിമിഷത്തെ വൈകാരികമായ കോപം അതാണ് തെറ്റിലേക്ക് വഴുതിപ്പോയത് എന്ന്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടല്ല പലരും തെറ്റിലേക്ക് വഴുതിപ്പോകുവാനായിട്ട്, കുറ്റക്കാരായിട്ട് മാറുവാൻ കാരണമായി തീർന്നു. എന്നാൽ തെറ്റുകളൊന്നും ചെയ്യാതെ മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഏറ്റെടുക്കേണ്ടി വന്ന, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ തങ്ങൾക്കെതിരായി മാറി ഇന്ന് തടവറയിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. നമുക്കറിയാം, ഇന്ന് തടവറയിൽ കഴിയുന്നതിൽ 30% പേര് മാത്രമേ കോടതി വിധിച്ചിട്ടുള്ളൂ തെറ്റുകാരാണ് എന്ന്. ബാക്കി വരുന്ന 70% പേർ, ചിലരൊക്കെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്, ചിലരൊക്കെ തെറ്റൊന്നും ചെയ്യാതെ അവിടെ അകപ്പെട്ടു പോയവരാണ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഈ ദിനം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളൊക്കെ തടവറയില്ല. പരിമിതികൾ ഒരുപാടുണ്ട്.
വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കുട്ടികൾ, പ്രായം ചെന്നവർ, അവരൊക്കെ ഒരു വിധത്തിൽ തടവറയിലായിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒരുപാട് ആശങ്കകൾ, രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെ ഈ തടവറയുടെ ഒരു അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിലായിരിക്കുമ്പോൾ ഈ തടവറയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കുവാനായിട്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. എത്രയോ പേര് ഒരു തെറ്റും ചെയ്യാതെ, തങ്ങളുടേതായ തെറ്റൊന്നും ചെയ്യാതെ ജയിലറയിൽ കഴിയുന്നു. ബഹുമാനമുള്ള ഫാദർ സ്റ്റാൻ സ്വാമി നമുക്ക് സുപരിചിതന, അടുത്ത കാലത്ത് മാത്രം മരിച്ച, പാവപ്പെട്ടവർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട്, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിന്നുകൊണ്ട് അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. പക്ഷേ ജയിലിലായില്ലേ, അവിടെ കിടന്ന് നരകയാതന അനുഭവിച്ചില്ലേ, അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നില്ലേ. അപ്പൊ അങ്ങനെ ഇന്നും അത്തരത്തിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. ഇനി കുറ്റം ചെയ്തു ശിക്ഷ ഏറ്റുവാങ്ങി മാനസാന്തരപ്പെട്ട് കഴിയുന്ന അനേകം മക്കള്. ഓർക്കണം, അവരൊക്കെ വീടുകളിൽ നിന്ന് ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അവരെ സ്വഭവനത്തിൽ കയറ്റുന്നില്ല. തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരെ അകറ്റി നിർത്തുന്നു, സമൂഹം അകറ്റി നിർത്തുന്നു. എന്നും ഒരു കൊലയാളിയാണ്, കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ജയിലിൽ നിന്ന് മോചിതരായാലും ജയിൽവാസം പുറത്തനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ, മാനസികമായി സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കഴിയുന്ന അവസ്ഥ. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് യേശുവിൻ്റെ വചനങ്ങൾ. ലൂക്കയുടെ സുവിശേഷം 4:18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു, അന്ധർക്ക് മോചനവും, ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ. ഈ ബന്ധിതരായിരിക്കുന്ന വ്യക്തികൾക്ക് മോചനം കൊടുക്കുവാൻ, അടിച്ചമർത്തപ്പെട്ട് കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനായിട്ട് കടന്നു വന്ന യേശു സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിനെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സഹോദരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാ ചെയ്തു തന്നത്. ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചുവോ? ഇന്ന് ജയിലറിൽ പോയി മറ്റുള്ളവരെ നമ്മൾ സന്ദർശിക്കാൻ തയ്യാറാകുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. ഈശോ പോലും ഈ തടവറ അനുഭവത്തിലൂടെ കടന്നുപോയതാ. അന്ത്യത്താഴ്വേള കഴിഞ്ഞ് ഈശോ ബന്ധിക്കപ്പെട്ട് അതിനുശേഷം വിചാരണ, രാത്രിയിലെ വിചാരണയ്ക്ക് ഇടയിൽ ഈശോ 18 മണിക്കൂറാണ് തടവറയിൽ കഴിഞ്ഞത്. ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയുവാനായിട്ട് സാധിക്കും. അവിടെ ഒരു കിടങ്ങ്, വലിയ ഒരു കിണർ പോലെ ഉള്ള ഒരു കിടങ്ങ്, അതിൽ കപ്പികൊണ്ട് കെട്ടിയിറക്കി ഈശോ 18 മണിക്കൂറാണ് അതിനുള്ളിൽ കഴിയേണ്ടി വന്നത്. ആ കിടങ്ങാണെങ്കിലോ ഒന്ന് നിന്ന് തിരിയാൻ സാധിക്കില്ല, ഇരിക്കാൻ സാധിക്കില്ല, ഒറ്റ നിൽപ്പ്. രാത്രിയിലെ ഇരുട്ടിലും അവിടെ നിന്ന് രാത്രി മുഴുവൻ കഴിച്ചു കൊട്ടേണ്ടി വന്നു. അങ്ങനെ ജയിലനുഭവം ഈശോയ്ക്കും ഉണ്ടായി എന്നുള്ളതാണ്. ആ ഈശോയാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപികളായ മനുഷ്യരുടെ പാപാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ച ഈശോ, പാപിനിയായ സ്ത്രീ വന്ന് പാദം കഴിയപ്പോൾ മറ്റുള്ളവരൊക്കെ പിറുപിറുത്തു, ഈ മനുഷ്യൻ, ഇദ്ദേഹം പ്രവാചകനാണെങ്കിൽ ഈ സ്ത്രീ ഏത് തരക്കാരി എന്നറിയില്ലേ? ഈശോയോട് പറഞ്ഞു, മകളെ, സമാധാനത്തോടെ പോവുക, മേലിൽ പാപം ചെയ്യരുത്. പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നില്ലേ? ഈശോ മുമ്പിലേക്ക് വിട്ടില്ലേ? കുറ്റം വിധിക്കുവാനായിട്ട് ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവസാനം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ.
ഒറ്റ എണ്ണത്തിന് കല്ലെറിയാൻ സാധിച്ചില്ല. ജയിലിൽ കിടക്കുന്നവരെ കുറ്റം പറയുമ്പോഴും ഓർക്കണം, അതിനേക്കാൾ വലിയ കുറ്റവാളികൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മിലുള്ളിൽ പോലും അത്തരം കുറ്റവാസനകൾ ഉള്ളവരുണ്ടാകാം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മിലേക്ക് ഒന്ന് ഇറങ്ങി വരണം എന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഈശോ പറയുന്നില്ലേ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ പാപികളെ വിളിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ ദൗത്യത്തിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരും സഹോദരർ എന്ന് പറയുന്ന അപ്പസ്തലിക ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാ ക്രൈസ്തവ വിശ്വാസികളും നന്മ ആഗ്രഹിക്കുന്നവരും നിയമപരവും വധശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. നിയമപരവും അല്ലാതെയുള്ള എല്ലാത്തരം വധശിക്ഷയും നിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ന് ഇടപെടേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ജയിൽ സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നവരാകണം. കാരണം സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് മനുഷ്യാന്തസ് നിലനിർത്തുവാനുള്ള അവകാശമുണ്ട്. ഒരു കൊലപാതകിയെപ്പോലും അവൻ്റെ മനുഷ്യ ആയുസ് അന്തസ് നഷ്ടപ്പെടാത്തുന്നില്ല. ഏറ്റവും കൊടിയ കുറ്റവാളികൾക്കുള്ള അന്തസ് ഞാൻ നിഷേധിക്കാതിരുന്നാൽ ഏതൊരു മനുഷ്യൻ്റെയും അന്തസ് മാനിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യാന്തസ് സൂക്ഷിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒന്നാമത്, പ്രാർത്ഥന വഴി നമുക്ക് സഹായിക്കുവാൻ സാധിക്കും. ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ മുട്ടുകുത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ദിവ്യകാരുണ്യനാഥൻ തന്നെയാണ് ഏറ്റവും വലിയ ചൈതന്യമായി ശക്തിയായിട്ട് നിലനിൽക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ജയിലിൽ കഴിയുന്നവരെ സന്ദർശിക്കുവാൻ, അവരുടെ പുനരധിവാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ, അവരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഭവനങ്ങളുണ്ട്, അതൊക്കെ സന്ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ജീസസ് ഫ്രെഡേണിക്ക് മാത്രമാണ് ഏതൊരു ജയിലിലേക്കും കടന്നു ചെല്ലുവാനായിട്ട് സ്വാതന്ത്ര്യമുള്ളത്. അങ്ങനെയെങ്കിൽ അവരോടൊത്ത് അല്ലെങ്കിൽ അവരിൽ ഒരാളായി മാറിക്കൊണ്ട് ഇങ്ങനെ ജയിലുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പുനരധിവാസ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഭവനങ്ങളിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിനം തടവറ പ്രേക്ഷിത ദിനമായിട്ട് ആചരിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട്, സന്ദർശനം കൊണ്ട് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുവാനും, അങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേക ആയിരക്കണക്കിന് പേരുണ്ട്. സെമിനാരി വിദ്യാർത്ഥികളുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്. അവർക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിലെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹയാഗമായി അർപ്പണം ചെയ്തിടാം യേശുനായക എൻ സർവവും. സ്നേഹയാഗമായി അർപ്പണം ചെയ്തിടാം യേശുനായക എൻ സർവവും. കാഴ്ചയായി ജീവിതം നൽകിടാം ഞാൻ, കരുണയോടെന്നെയും സ്വീകരിക്കൂ നീ. കാഴ്ചയായി ജീവിതം നൽകിടാം ഞാൻ, കരുണയോടെന്നെയും സ്വീകരിക്കൂ നീ. സ്നേഹയാഗമായി അർപ്പണം ചെയ്തിടാം യേശുനായക എൻ സർവവും. സഹോദരന്റെ നിങ്ങളുടെയും ബലേ സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, എളിയവരായി ഞങ്ങളുടെ പ്രാർത്ഥനകളും കാഴ്ചദ്രവ്യങ്ങളും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചുകൊണ്ട് മനുഷ്യരുടെ പീഡനങ്ങൾ സഹിക്കുന്നവർ അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ ബലിയോട് തന്നെയാണ് ഐക്യപ്പെടുന്നത് എന്നതിൽ സന്തോഷിക്കാനും അവരുടെ പേരുകൾ സ്വർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ഗ്രഹിക്കാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവൻ അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിന്റെ മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളുമെല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിതൻ ഉറവിടവും അങ്ങ് തന്നെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാ തീരുമാറാകട്ടെ. പീഡാസകനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. ഇത് വാങ്ങി
ഭക്ഷിക്കുവിൻ. ഇതെന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്കു കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇത് വാങ്ങി കുടിക്കുവിൻ. ഇതെന്റെ രക്തമാകുന്നു. നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിനന്ദ വിൻസെന്റ് സാമുവൽ മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടങ്ങിയ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച ആ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ
ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശയുടെ ശക്തിയാൽ അങ്ങേ ദാസരെ സത്യത്തിൽ സ്ഥിരീകരിക്കണമേ. പീഡനങ്ങൾ സഹിക്കുന്ന അങ്ങേ വിശ്വാസികൾക്ക് കുരിശ് വഹിച്ച് അങ്ങേ പുത്രനെ അനുഗമിച്ചുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യേ ക്രൈസ്തവ നാമത്തിൽ സദാഭിമാനം കൊള്ളാനുള്ള പ്രാപ്തി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.